മിത്രങ്ങൾക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ശങ്കരാചാര്യർ പിറന്ന കഥയാണ്. ഏതാണ്ട് 12 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതവർഷത്തിൽ ആധ്യാത്മികതയും പവിത്രതയും നഷ്ടപ്പെട്ട ഒരു ജനസമൂഹമായി ഇവിടെയുള്ളവർ കഴിഞ്ഞിരുന്നു അത്രേ. ബുദ്ധ, ജൈന, വൈഷ്ണവ, ശൈവ വിഭാഗങ്ങളുടെ വിഭിന്നങ്ങളായ വിശ്വാസങ്ങളും ആചാരങ്ങളും ന്യൂനതകൾ നിറഞ്ഞ ദർശനങ്ങളും ഒക്കെ കൊണ്ട് ഏവരും ആധ്യാത്മികമായി ഇരുട്ടിൽ തപ്പിയിരുന്ന ഒരു കാലം. അതിൽ ദുഃഖിതരായ മുനിവര്യന്മാർ പരമശിവനെ തങ്ങളുടെ സങ്കടമുണർത്തിച്ചു. പരമശിവനാകട്ടെ, വൈകാതെ തന്നെ ഞാൻ ഭൂമിയിൽ അവതരിക്കാം, സനാതനധർമ്മത്തിനുള്ളവരെയെല്ലാം ആധ്യാത്മിക പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം എന്ന് അവർക്ക് വാക്കുകൊടുത്തു. അക്കാലത്ത് അന്ന് ശശലം എന്നു പേരുള്ള ഇപ്പോഴത്തെ കാലടി എന്ന ഗ്രാമത്തിൽ ഒരു അഗ്രഹാരത്തിൽ കൈപ്പിള്ളി മനയിൽ ശിവഗുരു എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ പത്നി ആര്യാമ്പയോടൊപ്പം പാർത്തിരുന്നു. ആശ്രമം നാലാമത്തേതാണ്ട് കൈപ്പിള്ളി ദുജൻ എന്ന് വള്ളത്തോൾ മലയാളത്തിൻ്റെ തല എന്ന കവിതയിൽ സന്യാസിയായ ശങ്കരനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഏറെ പണ്ഡിതരുടെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ശിവഗുരു ജനിച്ചത്. സുശീലയും സുന്ദരിയുമായിരുന്ന ആര്യാമ്പയും ഗുരുകുലത്തിൽ വേദാഭ്യാസം സിദ്ധിച്ച ശിവഗുരുവിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു താനും. പൂജയും തേവാരവും ചെയ്ത് ദാനധർമാദികൾ നടത്തി കഴിഞ്ഞിരുന്നിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞുണ്ടാകാൻ അവർക്ക് ഭാഗ്യമുണ്ടായില്ല. അതിനാൽ ഇരുവരും ഇന്ന് തൃശ്ശൂർ എന്നു പേരുള്ള ശിവപേരൂരിലുള്ള വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശിവനെ 41 ദിവസം ഭജന ചെയ്തു. സന്താന ലബ്ധിക്കായി അകമഴിഞ്ഞു പ്രാർത്ഥിച്ചു. ഇരുവരുടെയും അടിയുറച്ച ഭക്തിയിൽ ഭഗവാൻ പരമശിവൻ സംപ്രീതനായി. ശിവഗുരുവിൻ്റെ മുന്നിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു: നാം നിങ്ങളുടെ അപാര ഭക്തിയിൽ പ്രീതനായിരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടൻ സാക്ഷാത്കരിക്കപ്പെടും. പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പുത്രപ്രാപ്തി. സാധാരണ ഉണ്ണികളെ പോലെ കുറേ കുഞ്ഞുങ്ങൾ വേണമോ, അതോ അതിബുദ്ധിമാനും കീർത്തിമാനുമാവുന്ന പക്ഷേ അല്പായുസായ ഒരു ഉണ്ണി വേണമോ? മാർക്കണ്ഡേയൻ്റെ കഥയിലും ഏതാണ്ട് ഇതേപോലെ ഒരു വരം ചോദിക്കുന്നവരെ കുഴയ്ക്കുന്ന ഒരു സന്ദർഭമുണ്ട് എന്ന് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കേട്ട് കുഴങ്ങിയ ശിവഗുരു പ്രതികരിച്ചു: ശംഭു മഹാദേവ, അവിടേക്ക് അറിയാത്തതോ? ഏതാണ് ഞങ്ങൾക്ക് നല്ലതെന്ന് എല്ലാം അങ്ങ് തീരുമാനിക്കുന്ന പോലെ. അല്ല, ശിവഗുരു തന്നെ അല്പായുസ്, എങ്കിലും കീർത്തിമാനായ ഒരു പുത്രൻ മതി എന്ന് പറഞ്ഞുവെന്നും ഒരു പാഠഭേദമുണ്ട്. അതോടെ തഥാസ്തു എന്ന് പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായ എന്നാണ് കഥ. വേദജ്ഞരുടെ ലോകസൗഖ്യത്തിനായുള്ള അപേക്ഷയും ശിവഗുരുവിൻ്റെ സന്താന സൗഭാഗ്യത്തിനുള്ള അപേക്ഷയും രണ്ടും സ്വീകരിച്ച ശ്രീ പരമേശ്വരൻ്റെ അംശാവതാരമായി ഒരു ജീവൻ ആര്യാമ്പയുടെ ഗർഭത്തിൽ മുളപൊട്ടി. അതീവ തേജസ്വിയായി പിറന്ന ആ കുഞ്ഞിനെ ശംകരൻ, നല്ലതിനെ ചെയ്യുന്നവൻ, ശം കരോതി ഇതി ശങ്കര എന്നാണല്ലോ എന്നും പേര് നൽകി. ശിവന്റെ മറ്റൊരു പേരാണ് ശങ്കരൻ എന്ന്. പക്ഷേ ശങ്കരന് 8 വർഷമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കഥ ഞാൻ അടുത്ത ദിവസം പറയാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത കഥയുമായി അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.